Hello friends, welcome to the channel. Now, we will talk about a smart trimmer. We will talk about channel. We will talk about Philips and 𝗂𝑄𝑄𝑄. I will talk about primary trimmer. Main trimmer. That's complaints. അപ്പോൾ ഞാൻ റീസെന്റ് മാറ്റാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ നമ്മൾ സ്മാർട്ട് ട്രിമ്മർ അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ടെക് ചാനലിൽ നമ്മൾ സ്മാർട്ട് ട്രിമ്മർ നോക്കിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വെഗേന്റെ ഒരു സ്മാർട്ട് ട്രിമ്മർ ആണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല ലൈറ്റ്സും സംഭവങ്ങളൊക്കെ ഉള്ള ബാറ്ററി പെർസെന്റേജും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് മെമ്മറി സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ ഈ ട്രിമ്മറിൽ എനിക്ക് ഏറ്റവും ഇഷ്യൂ ആയിട്ട് തോന്നിയത് നമ്മുടെ ഇപ്പം ഞാൻ ഈ ട്രിമ്മറിന്റെ കാര്യം പറയുന്നത് നമുക്കതിൽ ചാർജ് എത്രയെന്ന് അറിയില്ല. ചിലപ്പോൾ ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും കഴിയുക. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ കുറച്ചുണ്ട്. അപ്പോൾ ഈ സംഭവം എനിക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് ട്രിമ്മർ വെഗേന്റെ സ്മാർട്ട് ട്രിമ്മർ S1 സീരീസ് മോഡലാണ്. മോഡൽ നമ്പർ എന്തായിരുന്നു പറയുന്നത്? ഇതിന് കുറേ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേര് 𝗵𝗂𝗏𝗧𝗏 സ്മാർട്ട് സീരീസ് S1 𝗵𝗂𝗏𝗏 എന്നാണ് പേര് വന്നത്. ഇതിന് നമുക്ക് S2 ഉണ്ട്, S3 ഉണ്ട്. അപ്പോൾ S2 ആണ് ഏറ്റവും ചീപ്പായിട്ട് വരുന്നത്, 999 ആണ് വരുന്നത്. S1 നമുക്ക് ഒരു 1100. ഇപ്പോൾ ഒരു ഓഫർ പ്രൈസ് ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ബോക്സ് തന്നെ കാണുന്നതായിരിക്കും 300 രൂപ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മുടെ എന്താ പറയുക അടുത്ത് തന്നെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ടൈമിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കിത് വൈറ്റ് കളർ ആയത് തന്നെ നമ്മുടെ ലൈറ്റ് കുറച്ച് ഓവർ എക്സ്പോഷറാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നതെന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മുടെ ബോക്സും കാണാൻ വരുന്നത്. അപ്പോൾ വെഗയുടെ ബ്രാൻഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതായത് അടുത്തായിട്ടാണ് നമ്മുടെ എന്താ പറയുക നമുക്ക് ടോപ്പ് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇതിൽ നമുക്ക് ഇതിൻ്റെ 1 year വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഡീറ്റെയിൽസും കാലത്ത് പോകാൻ മുമ്പ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാതെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മളെല്ലാം കമൻറ്റ് കൊടുക്കുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിളിക്കും. ഇതാണ് നമ്മുടെ നേരത്തെ കണ്ട 𝗵𝗂𝗏𝗏 S1 ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് മോഡലിന്റെ ബ്രാൻഡിങ് കാണാം. അതുപോലെ തന്നെ പടം കൊടുത്തിട്ടുണ്ട്. 40 ലൈൻ സെറ്റിംഗ്സ് സംഭവം കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് മെമ്മറി ഫംഗ്ഷൻ ഫീച്ചർ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇപ്പോൾ ലോഞ്ച് ഓഫറായിട്ട് 300 രൂപയുടെ ഓഫ് വരുന്നുണ്ട്. SmartOne സീരീസ് S1 മോഡലിനെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ പടം കാണാം. ഈ സൈഡിലായിട്ട് ടൈറ്റാനിയം ബ്ലേഡ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 120 മിനിറ്റ് റൺ ടൈം വരുന്നത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഒക്കെ കിട്ടാം. അതുപോലെ IPX7 വാട്ടർ പ്രൂഫ് ആണ്. 5 മിനിറ്റ് ക്വിക്ക് ചാർജ് ചെയ്താൽ നമുക്ക് 10 മിനിറ്റ് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ട്. ട്രാവൽ ലോക്ക് ഫീച്ചർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാണാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ MRP കൊടുത്തത് 1799 രൂപയാണ്. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ആമസോണിലൊക്കെ ഇതിന് 1000 രൂപ 1100 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു സംഭവം നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണും കൂട്ടി വാങ്ങിച്ചാൽ നമുക്ക് ഈ ഓഫറിൽ കിട്ടാം. പിന്നെ അതിൻ്റെ കുറച്ച് ലൈറ്റ് സെറ്റിംഗ്സ് ആണ്. നമുക്ക് ഇക്കോ മോഡ്, പ്രോ മോഡ്, മാക്സ് മോഡ് അങ്ങനെ ലൈറ്റിംഗ് അനുസരിച്ചാണ്. പിന്നെ നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്ക് കിട്ടാം. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാം. അയ്യോ കിട്ടുന്നില്ലല്ലോ, നല്ല ടൈറ്റാണ്. ഒരു പെട്ടി കൊണ്ട് എടുക്കണം നമ്മൾ. നമ്മളെല്ലാം നമ്മൾ ബോക്സുകളിലൊക്കെ കറക്റ്റായിട്ട് സ്വിച്ച് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറയായിരിക്കും വേറെ സംഭവത്തിനൊക്കെ ഇപ്പോൾ ബോക്സ് നിർബന്ധമുണ്ട് എല്ലാത്തിനും, പ്രത്യേകിച്ച് മറ്റേ എന്താ പറയുക പേഴ്സണൽ യൂസുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ മാനുവൽ നമുക്ക് നിങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. 1 year വാറണ്ടി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇങ്ങനത്തെ 2 ബോക്സ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് എന്തൊരു പെർഫ്യൂമിൻ്റെ മണം കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മെയിൻ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെന്താ നമുക്ക് ഒരു പൗച്ച് കിട്ടുന്നുണ്ട്, നല്ല കാര്യമാണ്. നമുക്ക് കേബിളൊന്നുമില്ലേ, കേബിൾ കിട്ടിയില്ലല്ലോ. ടൈപ്പ് സി കേബിളാണ്. അതായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ മീനിന്റെ സംഭവത്തിലൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, അപ്പം നമുക്ക് ചെറിയൊരു മൈക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അത് ശരിയായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജിലാണ് തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിമ്മർ. നല്ല ട്രിമ്മർ കേട്ടോ, നല്ലൊരു ഹാൻഡി, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി സംഭവങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് വെഗേൻ്റെ ട്രിമ്മർ. ഭയങ്കര സ്ലിമ്മാണ് കേട്ടോ. ഇതിപ്പോൾ നോക്കിയാൽ ഇതിപ്പോൾ എൻ്റെ റിമോട്ടിൻ്റെ ആയിട്ടും ചെറുതാണ്ടു. ഇത് നമ്മുടെ സാംസങ് സ്മാർട്ട് മോണിറ്ററിൻ്റെ റിമോട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഭയങ്കര ചെറുത്. വെഗേൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് നമുക്കിവിടെ നമ്മുടെ സെറ്റിംഗ്സ് സെറ്റ് ചെയ്യാനുള്ള സംഭവം ബാക്കിലാണ് കേട്ടോ. അത് നമുക്കിത് ഫുള്ള് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ വലിച്ചൂരെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. കിട്ടുന്നില്ലല്ലോ. അതാ ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടൈറ്റാനിയം ബ്ലേഡ്സ് സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ കാണാം. ഇത് നമുക്ക് എക്സ്ട്രാ ഒരു സെറ്റിങ്സ് ഉള്ള ഒരു
ഓക്കെ ഇതിൻ്റെ എക്സ്ട്രാ ടിപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ് തന്നിട്ടുണ്ട് കേട്ടോ, വേറെ ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു pouch ഉണ്ട്. pouchൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ചെറിയ ഓയിലിൻ്റെ ഡപ്പി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു Type A to Type C ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മീനിൻ്റെ ട്രിമ്മറിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സാധനം പോയി കഴിഞ്ഞാൽ അതിൻ്റെ വയർ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൊപ്പറേറ്റീവ് വയർ അതിൻ്റെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല ചാർജ് ചെയ്യാം. എനിക്കിതുപോലെ ഒരു ദിവസം പെട്ടിട്ട് ഞാൻ കുറേ തപ്പി വേറെ ഒരു സംഭവത്തിൻ്റെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ അത് ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇതിനാകുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല. നമുക്ക് Type C കേബിൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ പവർ ബട്ടൺ വരുന്നത്. ഇതാണ് നമുക്ക് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഫുൾ റബ്ബർ ഫിനിഷാണ്. നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ചാർജിങ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടോ. ഇവിടെ നമുക്ക് ഉണ്ടോ Type C പോർട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കങ്ങനെ കവർ ചെയ്ത് വയ്ക്കാം. അതിൻ്റെ എന്താ പറയുക ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല ഗ്രിപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഓണാക്കാം. നമുക്ക് ഇതിൽ ചാർജ് ഇല്ല. അതാ നമുക്കിതിൽ ഓൾറെഡി 100% ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ടോ. ഇത് നമുക്ക് ഇക്കോ മോഡാണ്. ഓരോ വർഷം കൂടി അമർത്തി കഴിഞ്ഞാൽ അത് ഓഫാവും. അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്. നമുക്ക് ഇങ്ങനെ മോഡ് മാറ്റാൻ കണ്ടോ, അമർത്തി പിടിച്ചാൽ മതി. ഇനി ഇത് സ്പീഡ് അനുസരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് 3 സ്പീഡ് സെറ്റിങ്സ് ഉണ്ട്. ഇത് നമ്മുടെ ട്രാവൽ ലോക്കാണ്. അങ്ങനെ അമർത്തി പിടിച്ചാൽ നമുക്ക് ട്രാവൽ ലോക്ക് ആയിരിക്കും. 3 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ ട്രാവൽ. ഇനി നമുക്കിത് ഓണാവില്ല. കണ്ടോ എന്ന് വെച്ചാൽ നമ്മളിത് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ബട്ടൺ അമർത്തി പെട്ടെന്ന് എന്തെങ്കിലും അമർന്ന് കഴിഞ്ഞാൽ പിന്നെ സാധനം ഓണായിക്കൊണ്ടിരിക്കുമല്ലോ. ആ സംഭവം ഇനി വർക്ക് ചെയ്യില്ല. കണ്ടോ, ഒരു ഫീച്ചറാണ് കേട്ടത്. എന്ന് വെച്ചാൽ ആവശ്യമുള്ളൊരു സംഭവമാണ് നമ്മുടെ ട്രിമ്മറിലെ സംഭവത്തിലൊക്കെ. ഇനി ഇതിൽ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇത് അമർത്തി പിടിക്കാണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കും 3, 2, 1 കണ്ടോ അൺലോക്കായി. ഇനി നമുക്ക് നേരത്തെ ഞാൻ കറക്റ്റായിട്ട് വിട്ടില്ല. അപ്പോൾ 3, 2 അങ്ങനെ അമർത്തി കറക്റ്റായിട്ട് അമർത്തി പിടിക്കണം കേട്ടോ. കണ്ടോ ഓണായി. ഇതാ നമ്മുടെ മോഡ് മാറണുണ്ടോ. 3 മോഡലുണ്ട്. അതിനനുസരിച്ച് ലൈറ്റും മാറും. അപ്പോൾ കൊള്ളാട്ടെ ഈ സംഭവം. എനിക്ക് ഫീച്ചേഴ്സ് വൈസും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പെട്ടെന്ന് ചാർജ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉപയോഗിക്കാം. ബിൽഡ് ക്വാളിറ്റി വൈസും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിന് ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കാൻ മറക്കണ്ട. 1100 രൂപയുടെ താഴെ നിങ്ങൾക്ക് കിട്ടും. ഒരു സ്മാർട്ട് ട്രിമ്മർ എന്തായാലും നിർബന്ധം തന്നെയാണ്. ഇതിന് നമുക്ക് മെമ്മറി ഫംഗ്ഷൻ സംഭവമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമ്മളത് യൂസ് ചെയ്ത സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഇത് ഓൺ ചെയ്യുമ്പോൾ പിന്നെ വരും. ഞാൻ പറഞ്ഞല്ലോ 3 ടൈപ്പ് ഉണ്ട്. അതായത് സ്പീഡ് സെറ്റിങ്സ് എന്ന് വേണമെങ്കിൽ കറക്റ്റായിട്ട് ഒരു പറ്റൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പറഞ്ഞാൽ വലിയ മോഡ്സാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കുക വേണ്ടു കേട്ടോ. ഇതിൽ നമുക്ക് ബാക്കിലൊരു പല്ല് പോലെ സാധനം കാണാം. നമുക്കിവിടെ ഇത് ഏറ്റവും മാക്സിമത്തിൽ ഇടുക കണ്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടു. എന്നിട്ട് നമുക്ക് ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടു. ഇത്രയുള്ള സംഭവം. അതായത് നമുക്ക് നമ്മുടെ മുടിയൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനുള്ള ഒരു സെറ്റിങ്സാണ്. ഇത് മാറ്റിയിട്ട് എനിക്ക് ആക്ച്വലി ഇത് ആവശ്യം വരുള്ളൂ. നമുക്ക് വലിയ മുടിയൊന്നുമില്ല. അതായത് ഇത് നമുക്ക് ടോപ്പിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കിട്ടില്ല കറക്റ്റായിട്ട്. ഇതാ വെച്ചു, ലോക്കായി കണ്ടോ. ഇതാ കറക്റ്റായി കണ്ടോ. ഇതിൽ നമുക്കിവിടെ കറക്റ്റോടെ എഴുതി കണ്ടു. നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നു വിചാരിക്കുന്നത്. വെച്ചാൽ ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ചങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് 1 സെറ്റിംഗ് തൊട്ട് 2, 3, 2.5, 3.5 കറക്റ്റായിട്ട് എടുക്കാം കണ്ടോ. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കുകയാണ് സുഖമായിട്ട്. ഇതാ അതിൻ്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കണ്ടോ. സൗണ്ട് ഭയങ്കര മിനിമം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ആ സൗണ്ട് വേണമെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ട് ഇതാണ് അതിൻ്റെ സൗണ്ട് വരുന്നത് കേട്ടോ. സൗണ്ട് എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സൗണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വേഗേൻ്റെ ട്രിമ്മർ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രിമ്മർ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചാൽ മതി. എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് സ്മാർട്ട് ട്രിമ്മറാണ്. പ്രൈസും കൂടുതലില്ല. അപ്പോൾ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സംഭവം ഇങ്ങനത്തെ ഒരു പൗച്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ വേഗാൻ്റെ ബ്രാൻഡ് നിങ്ങൾക്ക് എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.